Hi all, welcome to Exam by Learning. മലപ്പുറം സഹോദയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് MSAT എക്സാം അതേപോലെ തന്നെ STSC സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ രണ്ട് കോമ്പറ്റീഷൻ എക്സാമുകൾക്കും ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. അപ്പോൾ ഈ എക്സാമിനൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സ്കൂൾ എക്സാമിൻ്റെ അപ്പുറത്ത് ഒരു കോമ്പറ്റീഷൻ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എക്സ്ട്രാ അറിയേണ്ടി വരും. സ്കൂൾ എക്സാമിൽ റിട്ടൺ ആണ്, കോമ്പറ്റീഷൻ എക്സാമിൽ MCQ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് എത്രയും ക്വിക്കായിട്ട് ഏറ്റവും വേഗത്തിൽ ആരാണ് കറക്റ്റ് ആൻസർ ചെയ്യുന്നത് അവർക്കാണ് എന്ത് ചെയ്യുക, വിൻ ചെയ്യാൻ കഴിയുന്നുണ്ടാവുക. അല്ലാത്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി പിടിപ്പിച്ച് 1/2 മാർക്കും 3/4 മാർക്കൊന്നും എന്ത് ചെയ്യൂല, ഒരു കോമ്പറ്റീഷൻ എക്സാമിന് ഉണ്ടാവില്ല. ഒന്നുകിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ മാർക്കില്ല. ചില എക്സാമിനൊക്കെ ആണെങ്കിൽ മൈനസ് മാർക്ക്, ഈ രൂപത്തിലാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ഗെയിംസ് ആണ്. സ്കൂൾ എക്സാം പോലെയല്ല കോമ്പറ്റീഷൻ എക്സാം എന്ന് എന്ത് ചെയ്യണം, നമ്മൾ അറിയണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എനിക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് ചെക്ക് ചെയ്യുക. കിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളിവിടെ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുക. അറിയാത്ത പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ബുക്കിൽ എഴുതി വെച്ചാൽ നമുക്കത് ഉപകാരപ്പെടും കേട്ടോടാ. യെസ്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും അത് ഏത് ടോപ്പിക്കാണ്, ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മളെ MSATൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ? ഇതിലേതാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്നുള്ളതാണ്. സോൾട്ട് വാട്ടർ, സാൻഡ് ആൻഡ് വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ, എയർ. യെസ്, അപ്പോൾ ഇതിലേതായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടുള്ളത് ഏതാണ്? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് ഹോമോജീനിയസ് എന്ന് അറിയണം അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൽ പാർട്ടിക്കിൾസുകൾ അല്ലേ, പാർട്ടിക്കിൾസുകൾ എന്തായിരിക്കും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അല്ലേ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്നാൽ ഹെറ്ററോജീനിയസിലോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പാർട്ടിക്കിൾസ് ഓർ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ അൺയൂണിഫോം ആണ്, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിട്ടാണ് ഉണ്ടാവുക. ഹോമോജീനിയസിന് എക്സാമ്പിൾ ആണ് എയർ, സോൾട്ട് വാട്ടർ, അതേപോലെ തന്നെ ഇങ്ക്, സ്റ്റീല്. ഇതൊക്കെ ഹോമോജീനിയസ് ആണ്, കാരണം ഇതിനൊക്കെ പാർട്ടിക്കിൾസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇപ്പം എയറിൽ നിങ്ങളായിരിക്കും നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കണ്ടന്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ആ പാർട്ടിക്കിൾസുകൾ ഈക്വലി ആണ്. അമേരിക്കയിൽ കുറേ നൈട്രജൻ, ആഫ്രിക്കയിൽ കുറേ കാർബൺ ഡൈ ഓക്സൈഡ്, ഇന്ത്യയിൽ കുറേ ഓക്സിജൻ, അങ്ങനെയാണോ? അല്ല, ഈക്വലി ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സോൾട്ട് വാട്ടറും അല്ലേ, സോൾട്ട് വാട്ടറും എന്താണ്, ഈ പറഞ്ഞ എല്ലാ പാർട്ടിക്കിളും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഹെറ്ററോജീനിയസിനോ നമുക്കറിയാം ഓയിൽ ആൻഡ് വാട്ടർ, ഓയിൽ മുകളിൽ കിടക്കും, വാട്ടർ താഴെ കിടക്കും. സോയിൽ, അതേപോലെ തന്നെ മഡി വാട്ടർ, മിൽക്ക് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നല്ലോ, ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. അതിലെ കൊളോയിഡും സസ്പെൻഷനും എന്താണ്, ഹെറ്ററോജീനിയസ് ആണ് കേട്ടോ. കൊളോയിഡും സസ്പെൻഷനും ഹെറ്ററോജീനിയസ് ആണ്. മിൽക്ക് നമുക്കറിയാം കൊളോയിഡ് ആണ്, കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ മഡി വാട്ടർ സസ്പെൻഷൻ ആയിരുന്നു. അതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ഹെറ്ററോജീനിയസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. എയും കറക്റ്റ് ആണ്, ഡിയും കറക്റ്റ് ആണ്. ഓക്കെ, കുറച്ചുകൂടി കറക്റ്റ് ആൻസർ ഏതാ, അല്ലെങ്കിൽ ഈ എയും ഡിയും എടുത്താൽ തന്നെ ഒന്നുകൂടി ബെറ്റർ ആൻസർ ഏതാ? സോൾട്ട് വാട്ടർ. കാരണം സോൾട്ട് വാട്ടർ എന്തായാലും എന്തായേ പറ്റുള്ളൂ, ഈ പറഞ്ഞ ഹോമോജീനിയസ്. എയറും ഞാൻ നേരത്തെ പോലെ ഹോമോജീനിയസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താണ്, എ കൊടുക്കാം, ഡിയും കൊടുക്കാം. ഓക്കെ, യെസ്, രണ്ടിനും ആൻസർ കിട്ടേണ്ടതുണ്ട്. റെഡി? യെസ്, അല്ലെങ്കിൽ ഓപ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ചെയ്യും, ആ സമയത്ത് കറക്റ്റായിട്ട് ഒന്നും കൂടിയും പിന്നെ ഏതാണോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യൂല, കൊടുക്കാതിരിക്കുകയാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാറുള്ളത്. റെഡി? Separating funnel is an apparatus which can be used for the separation of. നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ കണ്ടിട്ടുണ്ടാകും അല്ലേ. അത് എങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏതാ ടോപ്പിക്ക്? സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ആണ്. പല ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ, ഫിൽട്രേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, അതേപോലെ തന്നെ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ക്രോമറ്റോഗ്രാഫി, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടായിരുന്നു. യെസ്, അപ്പോൾ മിസിബിൾ ലിക്വിഡ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്, miscible liquid with very small difference in their boiling point, common salt from sea water, അതേപോലെ തന്നെ
ഇമ്മിസിബിൾ ലിക്വിഡ്. അപ്പോൾ എവിടെയാണ് സെപ്പറേഷൻ ഫണൽ യൂസ് ചെയ്യുക? നമുക്കറിയാം ഡിഫറെൻറ്റ് ഡെൻസിറ്റി ഉള്ള അതേപോലെ തന്നെ ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ്. സപ്പോസ് കെറോസിൻ ആൻഡ് വാട്ടർ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് വാട്ടർ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുക. ഇവിടെ സ്റ്റോപ്പ് കോക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടിയ ആളാരാണോ ഇവിടെ വാട്ടറാണ്, ആ വാട്ടർ മാത്രം താഴേക്ക് ഇങ്ങനെ വരും, ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ബാക്കി അതിൽ കെറോസിനെ ഉണ്ടാവുള്ളൂ. റെഡി? അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇമ്മിസിബിൾ ലിക്വിഡ് ആണ്. ഈ പറഞ്ഞ ഫസ്റ്റത്തെ കേസ് ഏതാ? മിസിബിൾ ലിക്വിഡ് കൂടിക്കലർന്ന മിക്സ്ചർ തന്നെയാണ്, ബട്ട് ലാർജ് ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിന്റ് ആണ്. അതേതാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റിലേഷൻ ആണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ഓക്കെ, എന്നാൽ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ സ്മോൾ ഡിഫറൻസ് ആണെങ്കിലോ അവിടെ ഏതായിരിക്കും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, കെറോസിൻ ഒക്കെ എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. എയറിൽ നിന്ന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അതേതാണ്? അതും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. റെഡി? ആ രണ്ട് മെത്തേഡുകളും ഓർമ്മിക്കാൻ മറക്കരുത് കേട്ടോ. കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ എന്ന് കോമൺ അത് ഇവാപ്പറേഷൻ മെത്തേഡാണ് അല്ലേ? നാച്ചുറലി തന്നെ എന്ത് ചെയ്തോളും? സംഭവിച്ചോളും. റെഡി? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ആൻസർ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾ ആൻഡ് ജെൽ ആർ എക്സാമ്പിൾസ് ഓഫ്. സോളിഡ് കൊളോയിഡ് ആണ്. സോളിഡ് ലിക്വിഡ് കൊളോയിഡ് ആണ്. ജെല്ല് ലിക്വിഡ് സോൾഡ് ആണ്. സോളിഡ് ആണ്. ജെല്ല് സോളിഡ് ലിക്വിഡ് ആണ്. ലിക്വിഡ് സോളിഡ് ആണ്. ജെല്ല് സോളിഡ് ലിക്വിഡ് ആണ്. അപ്പൊ എന്താണ് സോള്, എന്താണ് ജെല്ല് എന്ന് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ? ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈപ്സ് ഓഫ് മിക്സ്ചറിലെ കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. കൊളോയിഡിലെ സോളിഡ് പാർട്ടിക്കിളിനെ വിളിച്ച പേരായിരുന്നു ഡിസ്പേഴ്സ്ഡ് ഫേസ്. കൊളോയിഡിലെ സോൾവെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ വിളിച്ച പേരായിരുന്നു ഡിസ്പേർഷൻ മീഡിയം. അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന സോൾ ഏതാണ്? സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ, മഡ്, പെയിന്റ് ഇതൊക്കെ എന്താണ്? അതിന് എക്സാമ്പിൾ ആണ്. ഇനിയോ ജെൽ എന്താണ്? ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. അപ്പൊ കിട്ടുമല്ലോ ജെല്ലി, ചീസ്, ബട്ടർ ഒക്കെ അല്ലെ. മിൽക്ക് ഏതാടാ? എമൾഷൻ ആണ് കേട്ടോ, ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ്. വാട്ടർ ആൻഡ് ഓയിൽ അല്ലേ ഈ പറഞ്ഞ മിൽക്കിലുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ടും അത് എമൾഷൻ ആണ്. റെഡി? അപ്പൊ ആൻസർ എന്താ വരിക? സോളിഡ് ഇൻ ലിക്വിഡ്, ജെല്ല് ലിക്വിഡ് ഇൻ സോളിഡ് അല്ലെ? സോളിഡ് ഇൻ ലിക്വിഡ്, ജെല്ല് ലിക്വിഡ് ഇൻ സോളിഡ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയിരുന്നോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്യണം, എന്നിട്ട് എനിക്ക് ആൻസർ അറിയുമെന്നൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്നലെ അതൊക്കെ നടക്കുക കേട്ടോ. അല്ലാതെ നമ്മളായിരിക്കും ഇതൊക്കെ സിമ്പിൾ അല്ലേ നമ്മൾ വിചാരിക്കും. എക്സാം ഹാളിൽ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് തന്നെ ചെയ്യണം. അതിനാണ് ഇങ്ങനത്തെയുള്ള ക്ലാസ്സുകൾ. റെഡി? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സാമ്പിൾ ഓഫ് NH3 molecule irrespective source contain 83.35 nitrogen and 17.65 hydrogen by mass. This data support. അപ്പോൾ നമ്മൾ അമോണിയ എടുത്താൽ അതിൽ 82.35 നൈട്രജനും 17.65 ഹൈഡ്രജനും ഉണ്ട്. ഈ ഡാറ്റ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് മാസ്, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അവോഗാഡ്രോ നമ്പർ. യെസ്. അപ്പൊ ഇത് ഏതാണ് ചാപ്റ്റർ? നമ്മളെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ഒരു ഏരിയ ആണ്. 3-4 ടൈപ്പ് ലോസ് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ടാവും അല്ലെ? ആൻസർ വരുന്നത് ഏതാണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. കൺസർവേഷൻ ഓഫ് മാസ് എവിടെ അപ്ലൈ ചെയ്യാം? 2 റിയാക്റ്റന്റുകളുടെ മാസ് എത്രയാണോ അതായിരിക്കും പ്രോഡക്റ്റിന്റെ മാസ്. റിയാക്റ്റന്റിന്റെ മാസ് 10, അനദർ റിയാക്റ്റന്റ് 5. അപ്പൊ 10ഉം 5 കൂടി ആഡ് ചെയ്താൽ 15. അതാണ് കൺസർവേഷൻ ഓഫ് മാസ്. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താ? ഇതെങ്ങനെ കിട്ടിയത് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണെന്ന്? നൈട്രജന്റെ മാസ് 14 ആണ്. ഹൈഡ്രജന്റെ മാസ് നമുക്കറിയാം 1 ആണ്. ഇൻ ദിസ് കേസ് വി ഹാവ് NH3. NH3 എന്ന് പറയുമ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? ദർ ആർ 3 ഹൈഡ്രജൻ. സോ 1 into 3 3 ആണ്. 14:3 അതായിരിക്കും അയാളുടെ റേഷ്യോ വരിക. 14:3 എന്നതാണ് നൈട്രജൻ വിത്ത് ഹൈഡ്രജന്റെ റേഷ്യോ. ഓക്കെ. ടോട്ടൽ മാസ് 17 ആണ്. നമ്മൾ നൈട്രജന്റെ മാസ് മാത്രം എടുക്കുകയാണ്. ഓക്കെ. സോ നൈട്രജൻ 1 നൈട്രജൻ 14/17 ചെയ്താൽ എത്ര കിട്ടും? 82.35 കിട്ടും. നമ്മൾ പറഞ്ഞ പോലെ ഹൈഡ്രജന്റെ ടോട്ടൽ മാസ് 3 ആണ്. 3 ടോട്ടൽ മാസ് ഓഫ് അമോണിയ 17. എത്ര കിട്ടി? 17.65. ഇതല്ലേ നേരത്തെ ക്വസ്റ്റ്യനിലും പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്താണ്? ഇവർ രണ്ടുപേരും 14:3
3 എന്നുള്ള ആ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി എന്നുള്ളത് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, ഫൈൻഡ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് 6 gram സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ 54 gram ഓഫ് വാട്ടർ. യെസ്, അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ഒരു മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മാസ് പെർസെൻറ്റേജ് ആരൊക്കെ തന്നിട്ടുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള 6 gram സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ സൊല്യൂട്ട് തന്നിട്ടുണ്ട്. 54 gram സോൾവെന്റ് ആണ്, വാട്ടർ ആണെന്ന് ചെയ്തിട്ടുണ്ട്, അതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതിൽ 6 ആണ് സൊല്യൂട്ട്, 54 ആണ് സോൾവെന്റ് എങ്കിൽ മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ തരുന്നുടാ. മാസ് പെർസെൻറ്റേജ് എങ്ങനെ നമ്മൾ കാണാം? ഇക്വേഷൻ തരുന്നു, ഓർമ്മ ഉണ്ടോ? പറഞ്ഞേ ആൻസർ എന്ന് പറഞ്ഞേ. മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. അവിടെ ശ്രദ്ധിക്കണേ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ? സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്നതാണ് എന്ത്? സൊല്യൂഷൻ. ഇൻറ്റു 100 നമ്മൾ ചെയ്യണം. സൊല്യൂട്ട് എത്രയാണ്? 6 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 6 gram ബൈ സൊല്യൂഷന്റെ മാസ് എത്ര വരും? 54 സോൾവെന്റ്, 6 സൊല്യൂട്ട്. 54 + 6 60 എന്ന് വരും, ഇൻറ്റു 100. അല്ലെ, ഇവിടെ കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു, 6 കട്ട് ചെയ്തു, 6 കട്ട് ചെയ്തു, ബാക്കിയുള്ളത് 10 എന്നാണ് ആൻസർ വരിക. എവിടെ ആൻസർ? 10. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നേരെ പോയിക്കണ്ട് 6/54 എന്ന് എഴുതിയൊക്കെ കരുതിട്ടോ. സൊല്യൂട്ട് ബൈ സോൾവെന്റ് അല്ല മാസ് പെർസെൻറ്റേജ്, സൊല്യൂട്ട് ബൈ സൊല്യൂഷന്റെ മാസ് ആണ് മാസ് പെർസെൻറ്റേജ്. അപ്പൊ 9 എന്ന ആൻസർ കൊടുക്കരുത് ഇവിടെ. ഓക്കെ, ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യണം? 10% ആണ്, അഥവാ 6/60 × 100 ആണ് വരിക. റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അയോൺ ഓഫ് എൻ എലമെന്റ് ഹാസ് 3 പോസിറ്റീവ് ചാർജ്. അപ്പൊ ഒരു അയോൺ ആണ്. അയോൺ എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടാകും? ചാർജ് ഉണ്ടാകും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഉള്ള ആറ്റംസ് ഓർ സ്പീഷീസിനെ വിളിച്ച പേരാണെന്ത്? അയോൺസ്. അല്ലെ, Na+, ഓക്സിജൻ 2-, അലുമിനിയം 3+, അതൊക്കെ എന്താണ്? അയോൺസ് ആണ്. അല്ലെ, ഒന്നുകിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഇൻ ദിസ് കേസ് പോസിറ്റീവ് ചാർജ്, 3 പോസിറ്റീവ് ചാർജ് ആണ്. മാസ് നമ്പർ 27 ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് 14. അയാൾക്ക് ടോട്ടൽ 14 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നായിരിക്കും 3 ഇലക്ട്രോൺ പോയിട്ടുണ്ടാവുക. എങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ അയോൺ? ആ അയോണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ്. സപ്പോസ് ഞാൻ എക്സ് എന്ന് കൊടുക്കാം. അറിയാത്ത ഒരാളാണല്ലോ. എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. അയാൾക്ക് 27 ആണ് മാസ് നമ്പർ. അയാൾക്ക് 14 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, അഥവാ പണ്ട് 14 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് 3 ഇലക്ട്രോൺ പോയത്. അപ്പോൾ ന്യൂട്രൽ ആറ്റത്തിനാണ് 14 ഇലക്ട്രോൺ ഉണ്ടാവുക. അതിൽ നിന്നും എന്ത് ചെയ്തു? അപ്പൊ ന്യൂട്രൽ ആറ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എത്രയുണ്ടോ വിച്ച് വിൽ ബി ഈക്വൽ ടു പ്രോട്ടോൺ, വിച്ച് വിൽ ബി ഈക്വൽ ടു അറ്റോമിക് നമ്പർ. അല്ലെ, അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എങ്കിൽ അയോണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ 3+ ആണ് വരിക ഇയാളെ ചാർജ്. 14 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നും 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? പോയി. അപ്പൊ ബാക്കി എത്ര കിട്ടണം? 11 കിട്ടണം. ഇവിടെ ആൻസർ 11 ഉണ്ടോ? 13, 10, 14, 16. യെസ്. അപ്പൊ എന്തോ ഒരു മിസ് മാച്ച് ഉണ്ട്. ഐ തിങ്ക് 3+ ഉള്ള അയോൺ ആരാ വരുന്നത്? അപ്പൊ അലുമിനിയം ആയിരിക്കും. അലുമിനിയത്തിന് സാധാരണ 1327 ആണ് വരിക. യെസ്, എനിക്ക് തോന്നുന്നുണ്ട് ഈ 14 എന്നുള്ളത് മാറിപ്പോയതാണ്. ആക്ച്വലി ഇത് 13 ആയിരിക്കും. അപ്പോഴാണ് കറക്റ്റ് കിട്ടും. എത്ര കിട്ടും? 10 എന്ന് കറക്റ്റ് കിട്ടും. അല്ലെ, കാരണം എന്തേ? അലുമിനിയം ആണ് സാധാരണ 3+ ഉണ്ടാവുക. അയാൾ എന്ത് ചെയ്തു? അല്ലെ, 13 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, 3 ഇലക്ട്രോൺ പോയതോടുകൂടി എന്തായി? 10 ഇലക്ട്രോൺ ആയി മാറി. ഓക്കെ, അതാണ് ശരിക്കും വരേണ്ടത്. എനിക്ക് വേണ്ടി ഈ 14 ഇവിടെ വന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ റോങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എംസാറ്റിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റെഡി? അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അതിന് മാർക്കോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ഉണ്ടാകും കേട്ടോ. ഡോണ്ട് വറി. അപ്പോൾ എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അലുമിനിയം ആണ്. അലുമിനിയം ആണ് സാധാരണ 3+ കാണിക്കുക. അപ്പൊ ചാർജസ്, വാലൻസി, ഇതൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് ആൻസർ കാണാൻ പറ്റും. എങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ പറയുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് എന്ന് പറയുന്ന ആള് അയാൾക്ക് പ്ലസ് ചാർജ് ആണ്. പ്ലസ് മീൻസ് +1 ചാർജ്. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഈ കെമിക്കൽ അല്ലെങ്കിൽ ഈ സിമ്പലിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. ഇലക്ട്രോൺ പ്ലസ് ന്യൂട്രോൺ ടോട്ടൽ എണ്ണം എത്രയായിരിക്കും? 38, 59, 39, 40.
പ്രാക്ടീസ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിച്ച് ആൻസർ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം ഇവിടെ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഇലക്ട്രോൺ എത്രയെന്ന് കാണാൻ പറ്റും, ന്യൂട്രോൺ എത്രയെന്ന് കാണാൻ പറ്റും. ഇത് അയോൺ ആണെന്നുള്ള പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യണം. അപ്പോൾ അത് വെച്ച് ആൻസർ കറക്റ്റ് കണ്ടുപിടിക്കുക. വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എത്ര പേരുടെ ഉത്തരങ്ങൾ കറക്റ്റ് ആവുന്നത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ എഴുതുന്ന അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് എക്സാം വൈ ലേണിംഗ് എന്നുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള ഇതിന് പുറമെ ഇനിയും ഒരുപാട് ഒളിമ്പ്യാഡ് ടൈപ്പുള്ള ഒരുപാട് എക്സാമുകൾ, അതിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് വിൻ ചെയ്യാനും സ്കോളർഷിപ്പ് നേടിക്കൊടുക്കാനൊക്കെ എന്തിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് അതിനു വേണ്ടിയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇത്തരം കോച്ചിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് ഭാഗമാക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.